ഇത് FTHന്റെ 6ാമത്തെ എ ടൂളാണ്. ഇത് റൂമിന്റെ സ്പേസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ നമുക്ക് വേണ്ട റൂമുകൾ ഏതൊക്കെയാണെന്ന് സെലക്ട് ചെയ്യാം. എനിക്ക് വേണ്ടത് ബെഡ്റൂം ആണെങ്കിൽ ബെഡ്റൂം സെലക്ട് ചെയ്യുക. ലിവിംഗ് റൂം ആണെങ്കിൽ ലിവിംഗ് റൂം, ഡൈനിങ്, കിച്ചണ്, മാസ്റ്റർ ബെഡ്റൂം, കിഡ്സ് ബെഡ്റൂം ഉണ്ടെങ്കിൽ അത്, ഗസ്റ്റ് ബെഡ്റൂം ഉണ്ടെങ്കിൽ അത്, ഹോം ഓഫീസ് ഉണ്ടെങ്കിൽ അത്, പ്രയർ റൂം ഉണ്ടെങ്കിൽ അത്, ബാൽക്കണി ഉണ്ടെങ്കിൽ അത്, യൂട്ടിലിറ്റി ഉണ്ടെങ്കിൽ ബാത്റൂം. ബാത്റൂം നമുക്ക് ഒന്നല്ല ഉള്ളത്, ഒരു 3 ഉണ്ടെങ്കിൽ 3 നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ ഈ രീതിയിലേക്ക് നമുക്ക് വേണ്ട സാധനങ്ങൾ നമുക്കിവിടെ ചെയ്യാം. നമുക്കിത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഏത് റൂമിനെ വേണമെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനും സാധിക്കും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അങ്ങനെ നമ്മൾ ഇവിടെ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അതിനുശേഷം ഇവിടെ പോയിട്ട് കണ്ടിന്യൂറ്റി പ്ലാനറിൽ പോകും. അപ്പൊ കണ്ടിന്യൂറ്റി പ്ലാനറിൽ പോയി കഴിയുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ബഡ്ജറ്റ് സെറ്റ് ചെയ്യാന്നുള്ളതാണ് അടുത്ത് ചെയ്യേണ്ടത്. ഇപ്പൊ എന്റെ സാമ്പത്തികം അനുസരിച്ച് എനിക്ക് 10 ലക്ഷം രൂപയുടെ ബഡ്ജറ്റാണ് ഫർണിച്ചർ മേടിക്കാനുണ്ടെങ്കിൽ അതിൽ എനിക്ക് 6 ലക്ഷം ആണെന്നുണ്ടെങ്കിൽ 6 ലക്ഷം. അപ്പൊ എത്രയാണോ നമ്മുടെ ബഡ്ജറ്റ് ആദ്യമേ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. അതിനുശേഷം ഓരോ റൂമുകളും പോവുക. ഇവിടെ പോയി കഴിഞ്ഞാൽ ബെഡ്റൂം ആണ് ഇപ്പോൾ. അപ്പൊ ബെഡ്റൂമിന്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കിങ് സൈസ് ബെഡ് ഉണ്ട്. അപ്പൊ നമുക്കിവിടെ പോയി ജസ്റ്റ് ഒന്ന് ആമസോണിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ആ കിങ് സൈസ് ബെഡിന്റെ പ്രൈസും കാര്യങ്ങളും നമുക്ക് അറിയാം. അതിന്റെ സൈസും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ സൈസും കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ പറ്റും. ഇപ്പൊ നമുക്ക് അതിനകത്ത് പോയിട്ട് അതിന്റെ അകത്ത് ഇപ്പം കിങ് സൈസ് ബെഡാണ് വേണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും തന്നെ അതിന്റെ സൈസ് നമുക്കിവിടെ വരുന്നുണ്ട്. നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, വിഡ്ത്ത് എഡിറ്റ് ചെയ്യാം, ഹൈറ്റ് എഡിറ്റ്, അതിന് നമ്പർ ഓഫ് ക്വാണ്ടിറ്റി എത്ര വേണമെന്നുള്ളത് അത് നമുക്ക്. അതുകൂടാതെ ഇവിടെ പ്രൈസ് വരുന്നുണ്ട്. ഇവിടെ 35,000 ആണ് വന്നത്. അപ്പൊ നമുക്ക് 35,000 അല്ല, നമുക്ക് 28,000 രൂപയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് എഡിറ്റ്. നമ്മളിവിടെ എഡിറ്റ് ചെയ്യുന്ന അനുസരിച്ച് ടോട്ടലായിട്ട് ഇപ്പുറത്തേക്ക് അത് മാറും. അതിന്റെ സൈസ് ഉൾപ്പെടെ ആയിരിക്കും മാറും. ഇങ്ങനെ നമുക്ക് ഓരോ റൂമിനും വേണ്ട ഫർണിച്ചറുകൾ നമ്മളിവിടെ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് എടുക്കാം, സെലക്ട് ചെയ്യാം, പ്രൈസ് നമുക്ക് അഡ്ജസ്റ്റ്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് സാധാരണ ഉപയോഗിക്കുന്ന ഫർണിച്ചറുകളാണ് ഇവിടെ കൊടുക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് കസ്റ്റം ഫർണിച്ചർ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളിവിടെ പോയിട്ട് കസ്റ്റം ഫർണിച്ചറിന്റെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫർണിച്ചറിന്റെ പേര് എന്തെങ്കിലും മാറണമെന്നുണ്ടെങ്കിൽ പേര് വേണമെങ്കിൽ മാറ്റാം. അപ്പൊ എനിക്ക് വേണ്ടത് TV സെറ്റ്. ഇപ്പൊ ഞാൻ അതിനകത്ത് TV സെറ്റ് ഇല്ലായിരുന്നു വിചാരിച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ TV എന്ന് കൊടുക്കാം, അതിന്റെ സൈസ് കൊടുക്കാം, അതിന്റെ പ്രൈസ് എനിക്ക് ഇവിടെ കൊടുക്കാം. അപ്പൊ ആ രീതിയിലേക്ക് എനിക്കൊന്ന സൈസ് അനുസരിച്ചുള്ള സാധനങ്ങൾ ഇവിടെ ആഡ് ചെയ്ത് അങ്ങനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് സൈസ് ചേഞ്ച് ചെയ്തിരുത്താം, ഫർണിച്ചർ ആഡ് ചെയ്യാം, നമുക്ക് ഏതൊക്കെ റൂമുകളാണ്. അപ്പൊ ഈ രീതിയിൽ നമ്മൾ വീട് പണിയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് നമ്മൾ മേടിക്കാൻ പോകുന്നത് അല്ലെ നമ്മൾ ഇടാൻ പോകുന്ന ഫർണിച്ചറുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത്. ഇപ്പൊ ബാത്റൂം നമുക്ക് ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ അതിനകത്ത് വിഷയങ്ങളില്ല. ബാത്റൂം ഇപ്പൊ നമുക്ക് ആ ഓരോ ബാത്റൂമിലും വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പം പ്രൈസിലേക്കും കാര്യങ്ങളിലേക്കും വരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ആ ഒരു അപ്രോക്സിമേറ്റ് ബഡ്ജറ്റിനുള്ളിൽ ഏതൊക്കെ ഫർണിച്ചറുകളാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്, എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യുക. ഇനി ഇതിന് ശേഷം നമ്മളിവിടെ പോയിട്ട് അനലൈസേഷൻ ചെയ്യുമ്പോഴത്തേക്കും ഇതിനനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്തതനുസരിച്ചുള്ള അനലൈസേഷൻ ആയിരിക്കും വരും. ഇപ്പൊ ബെഡ്റൂമിന്റെ അകത്ത് വരുവാണെന്നുണ്ടെങ്കിൽ ബെഡ്റൂമിന് നമ്മൾ കൊടുത്ത ആ ഒരു ഫർണിച്ചർ അനുസരിച്ച് നമുക്ക് വേണ്ട മിനിമം സൈസ് ആണ് കൊടുത്തേക്കുന്നത്. റിക്കമെൻഡ് ചെയ്യുന്ന സൈസ് ആണ് ഇവിടെ ഐഡിയൽ സൈസ് ആണ് കൊടുക്കുന്നത്. വാക്കിംഗ് സ്പേസ് കൊടുക്കും. എന്നിട്ട് നമുക്ക് ഇവിടെ പോയിട്ട് നമുക്ക് 2Dയിൽ നമുക്ക് അതിനകത്ത് ആ ഒരു ഇമേജ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ? ഇവിടെ പോയി കഴിഞ്ഞാൽ ആ റൂമിന്റെ സൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഈ ഒരു റൂമിന്റെ സൈസ് അനുസരിച്ച് നമുക്ക് ഈ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഫർണിച്ചറുകൾ ഇപ്പൊ 1 സൈസ് അവിടുത്താണ്. അപ്പൊ ഈ ഒരു ഫർണിച്ചർ സ്പേസ്മെന്റ് വരുമ്പോഴത്തേക്കും ഒരു ടൂളിലുള്ള ടോപ്പ് വ്യൂവിന്റെ ഇമേജ് നമുക്ക് ഇതിനകത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള 3D ഇമേജ് നമുക്ക് ഇവിടുന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഈ റൂമിന്റെ സൈസ് നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ റൂമിന്റെ സൈസ് നമ്മൾ മാറ്റിയാൽ മതി. അപ്പൊ നമ്മൾ എടുക്കുന്ന ഫർണിച്ചറുകൾക്കനുസരിച്ച് മാക്സിമം സ്പേസ് യൂട്ടിലൈസേഷൻ ചെയ്യുന്ന രീതിയിലേക്ക് അത് 2D ആയിട്ടും 3D ആയിട്ടും ഇമേജിനേറ്റ് ചെയ്ത് എത്തുക എന്നുള്ളതാണ് അങ്ങനെ ഓരോരോ റൂമുകൾ ഇപ്പൊ നമ്മൾ ഏതൊക്കെ റൂമുകളാണ് എടുക്കുന്നത് ആ റൂമുകളുടെ എടുക്കുന്ന ഫർണിച്ചറുകൾ അനുസരിച്ച് ഏതൊക്കെ ഫർണിച്ചറുകളാണോ ഈ ഫർണിച്ചറുകളുടെ 2Dയും ടോപ്പ് വ്യൂവും അതുപോലെ തന്നെ 3D ആയിട്ടുള്ള ഇന്റീരിയർ വ്യൂ ആണ് നമ്മൾ കാണുന്നത്. ഇത് രണ്ടും കാണുമ്പോഴത്തേക്ക് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിന്റെ ഒരു ഫൈനൽ ലുക്ക് എങ്ങനെയായിരിക്കും വരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുക. ഇങ്ങനത്തെ രീതിയിലേക്ക് നമുക്ക് നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് നമ്മൾ ചെയ്യാൻ പോകുന്ന മേടിക്കാൻ പോകുന്ന ഫർണിച്ചറുകൾ ആദ്യം സെലക്ട് ചെയ്ത് ആ ഫർണിച്ചറുകൾക്കനുസരിച്ച് ജനറേറ്റ് ചെയ്യാനുള്ളതാണ് നമ്മുടെ ഇത്. അപ്പോൾ ഓരോ റൂമിനെ പറ്റിയുള്ള അതിന്റെ പ്രോംപ്റ്റ് ഉണ്ട്, 2D പ്രോംപ്റ്റ് ഉണ്ട്. അവിടെ അത് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് ഇത് വെച്ചാൽ നമുക്ക് ഈ ജെമിനി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത. ഇത് നമുക്ക് പ്രിന്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് എക്സ്പോർട്ട് കൊടുക്കും. അപ്പോൾ പ്രിന്റ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ അതുണ്ടോ നമ്മൾ കൊടുക്കുന്ന റൂമുകൾ ഏതൊക്കെയാണ്, അതിന്റെ പ്രൈസ് ഏതൊക്കെയാണ്, അതുള്ള കാര്യങ്ങളെല്ലാം വരും. ഇത് നമുക്ക് പ്രിന്റ് എടുക്കാൻ നേരത്ത് നമുക്ക് ഇവിടെ പ്രിന്റിലേക്ക് വേണ്ടി പോയിട്ട് നമുക്ക് വരുന്ന ഫർണിച്ചറുകൾ ഏതൊക്കെയാണെന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നമുക്കൊരു ഷോപ്പിൽ പോയിട്ട് നമുക്കിത് കണ്ട് അവരുടെ റേറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് നമുക്ക് നോക്കുന്നില്ല. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലത്തെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. ഇത് നമ്മുടെ 6ാമത്തെ ടൂളാണ്. ഇതിന്റെ അപ്ഡേറ്റ്. താങ്ക് യു.